ഹായ് ഹലോ നമസ്കാരം. എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ആദ്യത്തെ വീഡിയോ ആണ് ഇത്. നമ്മുടെ 2025 ഞാൻ ഇറാഖിലായിരുന്നു, അതിന് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 26 നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളായിട്ട് വന്നിരിക്കുന്നത്. പുതിയ ടെക്നോളജി അല്ല ഞാൻ പറയുന്നത്, പുതിയ സ്റ്റെപ്പിലേക്ക് ഞാൻ കാലെടുത്ത് വയ്ക്കുകയാണ്. ഇതുവരെ ഞാൻ ചെയ്തിരുന്നത് ഈ സിനിമാ തിയേറ്ററുകളുടെ ഇൻസ്റ്റലേഷൻ അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു, അതായത് ഇൻ്റർഗ്രേഷൻ പരിപാടികളൊക്കെ ആയിരുന്നു. എന്നാൽ 2026 മുതൽ നമ്മളൊരു പുതിയ സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ്. അത് സിനിമ മേഖലയുടെ ചരിത്രം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഐ മീൻ പ്രൊജക്ടറുകളുടെ കാലം കഴിഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എൻ്റെ ഒരു ഒബ്സർവേഷനാണ്. അപ്പോൾ ഇനിയുള്ളത് ഭാവിയിൽ LED സ്ക്രീനുകളാണ്. ഒരു സ്ഥലങ്ങളൊക്കെ LED ആയി തുടങ്ങി. ഇന്ത്യയിൽ ഇപ്പോഴും പ്രൊജക്ടറുകളൊക്കെ പുതിയ മേടിച്ചിരിക്കുന്നുണ്ട്, പക്ഷേ ഫ്യൂച്ചർ ഈസ് ഓൾവേസ് LED. അപ്പോൾ നമ്മൾ ഒരുപാട് LED കമ്പനികളൊക്കെ ആയിട്ട് ടൈപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. 25-ലും കുറച്ച് LED ഓനിക്സ് തിയേറ്ററുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. LGയുടെയും സാംസങ്ങിൻ്റെയും LED എന്ന് പറഞ്ഞ കമ്പനിയുടെയൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഫ്യൂച്ചർ ഈസ് LED. നമുക്ക് LED ടെക്നോളജി വെച്ചിട്ടാണ് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഇപ്പോൾ ഹോം സിനിമ ആണെങ്കിൽ പോലും പ്രൊജക്ടറുകൾ ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. 2-3 കാരണങ്ങളുണ്ട്. പലരും എന്നോട് ചോദിച്ചിരുന്നു, ഈ LED കൊണ്ട് എന്തെങ്കിലും LED കാണുമ്പോൾ കണ്ണിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമെന്നൊക്കെ ചോദിച്ചിരുന്നു. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൊജക്ടറിനെക്കാട്ടും എന്തുകൊണ്ട് ഫാർ ബെറ്ററാണ് LED. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രൊജക്ടറിൻ്റെ ലൈറ്റ് ഒരു സ്ക്രീനിലേക്ക് അടിച്ച് അത് റിഫ്ലക്ട് ചെയ്തിട്ടാണ് നമ്മുടെ കണ്ണിലേക്ക് കണ്ടിരുന്നത്. അപ്പോൾ റിഫ്ലക്ഷൻ എഫക്റ്റാണ്. ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ കണ്ണ് കൂടുതൽ സ്ട്രെയിൻ ചെയ്യാനുള്ള സാധ്യത. LED ആകുമ്പോൾ ഡയറക്റ്റ് ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് വരുന്നത്. അപ്പോൾ ആ LED പ്രോപ്പറായിട്ട് കാലിബ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രെയിനില്ലാതെ നമുക്ക് കാണാൻ പറ്റും. നമ്പർ 2 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ LED-യിലൊരു വേറെ പ്രത്യേകത, നമ്മളിപ്പോൾ ഹൈ കോൺട്രാസ്റ്റ് HDR ഒക്കെ നമുക്ക് വേണം. അത്രയും ക്വാളിറ്റി IMAX-ൻ്റെ ഒക്കെ പ്രൊജക്ടർ സിനിമ തിയേറ്ററൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഹൈ ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ സംഭവങ്ങൾ വന്നിട്ട്. അപ്പോൾ അതിന് ഹെവി പ്രൊജക്ടറുകൾ വേണം, നമുക്ക് നല്ല ലൈറ്റ് ഔട്ട്പുട്ടുള്ള പ്രൊജക്ടറുകൾ വേണം. അതിന് വരുന്ന കൺസപ്ഷൻ ഇലക്ട്രിസിറ്റി ഭയങ്കരമാണ്. LED വയ്ക്കുകയാണെങ്കിൽ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ പവർ കൺസപ്ഷൻ ഭയങ്കര ലോ ആണ്. LED-യുടെ ഏറ്റവും വലിയ പ്രത്യേകത പവർ സേവിങ് മോഡുകളുണ്ട്. പിന്നെ കംപ്ലൈൻസും കുറവാണ്, മെയിൻ്റനൻസും വളരെ ഈസിയാണ്. LED-ക്ക് ഞാൻ കണ്ടിട്ടൊരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ LED-ക്ക് ഡെഡ് പിക്സൽസ് വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, സ്വാഭാവികം. പക്ഷേ അത് ഈസി ആയിട്ട് നമുക്കൊരു 15 മിനിറ്റ് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പടം കളിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലൊന്നും വരില്ല. രാവിലെ ഓണാക്കുമ്പോൾ കാലിബ്രേറ്റ് ചെയ്യുമ്പോഴൊക്കെ വരാറുണ്ട് ലോക്കൽ LED കമ്പനികൾക്കൊക്കെ, LP പോലത്തെ ചെറിയ കമ്പനികൾക്കൊക്കെ. പക്ഷേ ഞാനിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന LG, സോണി, സാംസങ്ങിനൊക്കെ അങ്ങനത്തെ കമ്പനികൾ. സോണിക്ക് LED ഇല്ല, LGക്ക് സാംസങ്ങിന് LED ഉണ്ട്. സോണിയുടെ സെർവറുകളൊക്കെ ഹോം സിനിമയ്ക്ക് വേണ്ടി കൊടുക്കാറുണ്ട്, കൊമേഴ്ഷ്യൽ തിയേറ്ററുകൾക്കും കൊടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ അതിനും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊമേഴ്ഷ്യൽ ഡിസ്പ്ലേ, പരസ്യങ്ങൾ കാണിക്കുന്ന ഡിസ്പ്ലേ മാളുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ മൊബൈൽ ടവറുകളിൽ ഒരു LED സ്ക്രീൻ വെച്ചിട്ട് പരസ്യങ്ങൾ കാണിക്കുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണ് കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ സിനിമാ തിയേറ്ററിലേക്കാണെങ്കിലും അല്ലെങ്കിൽ പുറത്ത് പരസ്യം കാണിക്കുന്നതാണെങ്കിലും ഹോം സിനിമയ്ക്കാണെങ്കിലും കൊടുക്കുന്ന LED സ്ക്രീനുകൾ അവൈലബിൾ ആണ്. ഞാൻ അക്രോസ് GCCക്ക് പുറമെ ഇപ്പോൾ ഇറാഖിൽ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലും ഞാൻ തുടങ്ങിയിട്ടുണ്ട്. 2026 എൻ്റെ ഏറ്റവും പുതിയ സ്റ്റെപ്പാണ് അത്. അപ്പോൾ ഞാൻ ഇനിയും കൂടുതൽ ഇൻ്റഗ്രേഷൻസ് ടെക്നിക്കൽ വീഡിയോക്കാണ് കൂടുതൽ പുതിയ ലേറ്റസ്റ്റ് പ്രോഡക്റ്റുകൾ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനകത്ത്. അതിനൊപ്പം തന്നെ ഞാൻ സെയിൽസിലേക്ക് കടക്കുകയാണ്. ഇതൊരു പുതിയ കാൽവെപ്പാണ്. അപ്പോൾ ഇന്ത്യയിൽ വലിയൊരു സാധ്യതയുണ്ട് LED സ്ക്രീനുകൾക്ക്. അത് മാത്രമല്ല മെയ്ക്ക് ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യയിൽ പൂർണ്ണമായി നിർമ്മിച്ചിട്ടുള്ള LEDകൾ ഇതുവരെ വന്നിട്ടില്ല. അതിപ്പം അണ്ടർ പ്രോസസ്സിലാണ്. നമ്മളുടെ ഒരു ഫാക്ടറിയിൽ അതിൻ്റെ പണികൾ നടക്കുന്നുണ്ട്. സൂൺ ഒരു 3-4 മാസത്തിനുള്ളിൽ മെയ്ക്ക് ഇൻ ഇന്ത്യ LEDകൾ വരും. അത് ഇറങ്ങുമ്പോൾ കുറച്ചും കൂടി വില കുറവിനെ കൊടുക്കാൻ പറ്റും. നിലവിൽ നമ്മളിപ്പോൾ ചെയ്യുന്നത് LGയുടെയും സാംസങ്ങിൻ്റെയും ബോയ് എന്ന് പറഞ്ഞിട്ടുള്ള LED കമ്പനി, LP എന്നുള്ള വലിയ കൊറിയൻ ചൈനീസ് ബ്രാൻഡുകളുടെയൊക്കെയാണ്, ജാപ്പനീസ് കമ്പനികളുടെയൊക്കെയാണ്. ചൈനയാണ് കൂടുതലുള്ളത്. പക്ഷേ ചൈനീസ് എന്ന് പറഞ്ഞിട്ട് ലോക്കൽ പ്രൊഡക്റ്റുകളല്ല, ടോപ്പ് ക്വാളിറ്റി പ്രോഡക്റ്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. 2 വർഷത്തെയും 5 വർഷത്തെയും വാറണ്ടിയുള്ള സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഹോം സിനിമയ്ക്ക് ഉപയോഗിക്കാം, കൊമേഴ്ഷ്യൽ ഡിസ്പ്ലേ ആയിട്ട് ഉപയോഗിക്കാം. പുറത്ത് സിനിമാ തിയേറ്ററുകൾ സ്ക്രീനിന് പകരം LED ഉപയോഗിക്കുന്നത് അതും പറ്റും. നമ്മളതിൻ്റെ സർവറും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. DCI സർട്ടിഫൈഡ് ആണ്. അപ്പം 2026 ഞാൻ വെച്ചിട്ടുള്ള പുതിയൊരു സ്റ്റെപ്പാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. ഇതുവരെയുള്ള 2025 ലാസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഡോൾബി അറ്റ്മോസിൻ്റെ സ്റ്റുഡിയോനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അതിന് നല്ല ഒരു സ്വീകരണം ഉണ്ടായി. ആൾക്കാർ നന്നായിട്ട് സ്വീകരിച്ചു. പിന്നെ കുറേ പേര് കോൺടാക്ട് ചെയ്ത് അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു. അതുപോലുള്ള വീഡിയോകൾ ഞാൻ തീർച്ചയായിട്ടും ചെയ്യും. പക്ഷേ നമ്മൾ ഇനി ഇവിടെ നിന്ന് 2026 മുതൽ ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ്, ഓഡിയോ വീഡിയോ ക്വാളിറ്റികളൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ എന്നോട് പലരും കമൻറ്റ് ചെയ്യാറ്. ഞാനത് മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ ഇനി ഞാൻ യൂട്യൂബ് ചാനൽ ഒരു കൊമേഴ്ഷ്യൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ കുറച്ച് പ്രോജക്റ്റുകളൊക്കെ ഉണ്ട്. ഇൻസ്റ്റലേഷൻ വീഡിയോസൊക്കെ ഇനി വളരെ കുറവായിരിക്കും. ഇൻസ്റ്റലേഷൻ വീഡിയോസ് ഇട്ടിട്ട് എനിക്ക് കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഇൻസ്റ്റലേഷൻ വീഡിയോ കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നേരെ മറിച്ച് നമ്മുടെ പ്രോഡക്റ്റ് കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാർക്കോ ഈ സാധനം ഷെയർ ചെയ്ത് കൊടുത്ത് ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് സെയിൽസ് നടത്താം. അപ്പോൾ എൻ്റെ LEDകൾക്കെല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന LEDകൾ എനിക്ക് ഒരുപാട് കമ്പനികളുടെ ഡീലർഷിപ്പ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ LG, സാംസങ്, ബോയ് കേട്ട് കമ്പനി ഡീലർഷിപ്പ് ഉണ്ട്.
അപ്പോൾ ഇതിൽ വലിയൊരു കൊമേഴ്ഷ്യൽ സാധ്യത ഞാനിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിസ് LED അത് ആര് തന്നെ അംഗീകരിച്ചില്ലെങ്കിലും ഫ്യൂച്ചറിസ് LED ഒരുപാട് സ്ഥലങ്ങളിൽ LED മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹോം സിനിമയ്ക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സിനിമാ തിയേറ്ററിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പരസ്യ കമ്പനി നിങ്ങൾക്കൊരു സ്ഥാപനം ഉണ്ട് അവിടെ LED ഉപയോഗിക്കണോ, അല്ലെങ്കിൽ LED വീഡിയോ വണ്ടികൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പരസ്യ ബോർഡുകളൊക്കെ ഉണ്ടാക്കുന്നത്. അതായത് ഫ്ലക്സുകളുടെയൊക്കെ കാലം കഴിഞ്ഞു, ഇനി LED കാലമാണ് കംപ്ലീറ്റ് ആയിട്ട്. അപ്പം LED യുഗത്തിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചു. 2021 ഞാൻ കാലെടുത്ത് വെച്ചു. 2026 ഒഫീഷ്യലി അത് അനൗൺസ് ചെയ്യാണ്. ഞാൻ 2019 20 LED വർക്ക് ചെയ്തിട്ടുണ്ട്. ഒണിക്സ് മൂവി സിനിമയ്ക്ക് വേണ്ടിയിട്ട് റിയാദിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് അറിയാതെ ഫ്യൂച്ചറാണെന്ന്. പക്ഷെ അന്ന് നമുക്ക് അതിനുള്ള റിസോഴ്സസോ കാര്യങ്ങളോ സപ്പോർട്ടുകളോ ഉണ്ടായിരുന്നില്ല ഇതൊരു കൊമേഴ്ഷ്യൽ ലെവലിലേക്ക് എനിക്ക് എടുത്തുകൊണ്ടുവരാനായിട്ട്. എൻ്റെ എല്ലാ മുമ്പത്തെ വീഡിയോകളിൽ ഞാൻ അത് പ്രതിപാദിച്ചിട്ടുണ്ട്. LED ഫ്യൂച്ചറാണ് സിനിമാ തിയേറ്ററുകളുടെ നിന്ന്. അപ്പം LED സ്റ്റെപ്പിലേക്ക് ഞാൻ കടന്നു കഴിഞ്ഞു. ഇനി പ്രൊജക്ടറുകളും കാര്യമായിട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഓൾവേസ് ഫ്യൂച്ചറിനൊപ്പം പോകണമെന്നാണ്. കാരണം നമ്മുടെ നാട്ടിലെ സെറ്റപ്പ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇപ്പോൾ ഗൾഫിലൊക്കെ പോയി ആൾക്കാർ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ നാട് കുറച്ച് പുറകിലാണ്. വളരെയധികം പുറകിലല്ല, കുറച്ച് പുറകിലാണ്. അപ്പോൾ ഗൾഫിലൊക്കെ ഒരുവിധ നമ്മളൊക്കെ LED നിറഞ്ഞു. ഇപ്പോൾ ചൈനയിലും ജപ്പാനിലൊക്കെ പോയിട്ടുള്ള കൊറിയയിലൊക്കെ പോയിട്ടുള്ള LED അത്രയധികം LEDs നിറച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഡിസ്പ്ലേയിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ കാണിക്കാം, ഏത് ആസ്പെക്ട് റേഷ്യോയിൽ എന്ത് വേണമെങ്കിൽ കാണിക്കാം. ഇപ്പോൾ 12K വരെ കൊടുക്കാൻ പറ്റുന്ന 8K 4K ഒക്കെ കഴിഞ്ഞ് 12K വരെ കൊടുക്കാൻ പറ്റുന്ന 24 ചാനലിൻ്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 12K വിസ്താര എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. 12K വരെ കൊടുക്കാവുന്ന LEDs ഒക്കെ നമ്മുടെ അടുത്തുണ്ട്. 12K നിന്ന് കണ്ടൻസ് വരുന്നില്ല, 4K വരെ വരുന്നുള്ളൂ. അപ്പോൾ സിനിമാ തിയേറ്ററിൽ പോകുന്നതിനെക്കാട്ടും എന്തുകൊണ്ട് ലാഭം ഇപ്പം നോക്കിയിട്ട് OTT പ്ലാറ്റ്ഫോമിൽ എടുത്തിട്ട് HDR ഇപ്പോൾ HDR ഗ്രേഡിലാണ് ഇപ്പോൾ നമ്മളുടെ ജിയോ ഹോട്ട്സ്റ്റാറിലും നെറ്റ്ഫ്ലിക്സിലൊക്കെ കണ്ടൻറ്റുകൾ വരുന്നത്. സിനിമാ തിയേറ്ററിനെക്കാട്ടും ഫാർ ബെറ്റർ ക്വാളിറ്റിയിൽ സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് പടങ്ങളാണെങ്കിലും ജിയോ ഹോട്ട്സ്റ്റാറിൽ ഞാൻ നോക്കിയിട്ട് ഞാനിപ്പോൾ നാട്ടിൽ വന്നിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. പല സിനിമകളും ഇംഗ്ലീഷ് പടങ്ങൾ അതിൻ്റെ തമിഴ്, ഹിന്ദി, തെലുങ്ക്, മലയാളം ഡബിങ്ങിലൊക്കെ പടങ്ങൾ വരുന്നുണ്ട്. ഒരുവിധം ഓൾമോസ്റ്റ് എല്ലാ പടങ്ങളുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ട്രോൺസ് എന്ന് പറഞ്ഞ പടം കണ്ടിരുന്നു. അടിപൊളി ക്വാളിറ്റിയിൽ സംഭവം കണ്ടിരുന്നു. അപ്പോൾ നമ്മളുടെ ഇൻഡസ്ട്രി വലിയൊരു ഡ്രാഫ്റ്റിക്കായിട്ടൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ പലരും അംഗീകരിച്ചിട്ടില്ല. പല സിനിമാ തിയേറ്റർ ഓണർമാരും ഈ വീഡിയോയ്ക്ക് എതിരഭിപ്രായം ഉണ്ടാവും. പക്ഷേ ഇത് ഇൻഡസ്ട്രി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുറകിലോട്ടായി പോകും. സോ ഞാൻ 2026 പുതിയ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുകയാണ്. ഞാൻ LED കിടക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും ഒരു അകപഴിഞ്ഞ സപ്പോർട്ട് എനിക്ക് വേണം. നിങ്ങൾക്ക് LED സ്ക്രീനുമായിട്ടുള്ള എന്തെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്കൂളുകൾ സ്മാർട്ട് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ഓഫീസുകളിൽ കോൺഫറൻസ് റൂമുകൾ, വീഡിയോ കോൺഫറൻസിങ് റൂമുകൾ, അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യണം, അങ്ങനത്തെ ഒരു ടോട്ടൽ പാക്കേജൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പം ഞാനിപ്പോൾ നിലവിൽ ചെയ്യുന്നത് ഇന്ത്യയിലും GCC രാജ്യങ്ങളിലുമാണ്. GCCയിൽ എല്ലായിടത്തും നമുക്ക് ചെയ്യാൻ പറ്റും. ഇന്ത്യയിലും ഞാനിപ്പോൾ 26 ജനുവരി മുതൽ ലോഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താലും മതി. ഇൻ കേസ് എന്നെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ ഇന്ത്യക്ക് പുറത്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വിളിച്ചാൽ കിട്ടില്ല. പക്ഷേ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരും. എൻ്റെ എല്ലാ കമൻറ്റുകൾക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. പരമാവധി കമൻറ്റുകൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പറിൽ വാട്സപ്പ് ചെയ്യണമായിരിക്കും നല്ലത്. അപ്പോൾ 2026 അടിച്ചു പൊളിക്കട്ടെ. എല്ലാവർക്കും ഒരു എന്താ പറയുക, ഒരു ബിഗ് ന്യൂ ഇയറൊക്കെ കഴിഞ്ഞു. ശരിക്കും ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാവരും ജോലിക്ക് പോയി തുടങ്ങി. അപ്പോൾ ഞാനും എൻ്റെ കരിയർ ഇപ്പോൾ എൻ്റെയും വെക്കേഷൻ കഴിഞ്ഞു. ഞാൻ ക്രിസ്മസിനും ന്യൂ ഇയറൊക്കെ ആയിട്ട് നാട്ടിൽ വന്നിട്ട് എൻ്റെയും വെക്കേഷനൊക്കെ കഴിഞ്ഞു. ഞാനും ബാക്ക് ടു വർക്ക്. അപ്പോൾ പുതിയൊരു സ്ഥലത്തേക്ക് ഞാൻ പുതിയൊരു ഇൻഡസ്ട്രി എന്ന് പറയാൻ പറ്റില്ല, പുതിയ ഇൻഡസ്ട്രി എന്ന് പറയാൻ പറ്റില്ല. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം തന്നെ. പക്ഷേ ഞാനൊരു പുതിയ ചുവടുവെപ്പ് നടത്താണ് 2026. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇതുവരെ എൻ്റെ ചാനൽ നല്ല രീതിയിൽ സപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.